അതൊക്കെ കൊണ്ട് തന്നെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതുകൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാവുന്നത്. മനസ്സിലുള്ളത് ആരോടെങ്കിലും ഒന്ന് പറയോ? അതുമില്ല. വാ മോളെ, കടയിലേക്ക് ഇരിക്കാം, ഒരു ചായ കുടിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട ശാന്തേച്ചി. ഞാൻ വന്നത് ശാന്തേച്ചിയോട് മറ്റൊരു കാര്യം പറയാനാ. ശാരികേച്ചിയുടെ മോള് എന്റെ കൂടെയാണെന്ന കാര്യം അറിയാലോ. എനിക്ക് ജോലി തിരക്ക് കാരണം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാനും കഴിയുന്നില്ല. ശാന്തേച്ചി കുറച്ചു ദിവസം അവിടെ വന്ന് മോളെ ഒന്ന് നോക്കൂ. അയ്യോ കുഞ്ഞെ, അപ്പൊ ഇവിടുത്തെ കാര്യോ? അത് നമുക്ക് രാജചേച്ചിയെ മറ്റോ വിളിച്ചു നിർത്താം. പക്ഷെ അവിടെ മോളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും പിടിച്ചു നിർത്താനാവില്ലല്ലോ. അതുകൊണ്ട് ശാന്തേച്ചി എന്നെ വരണോന്ന് പറഞ്ഞ്. എനിക്ക് അവിടെ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കുഞ്ഞെ. എന്റെ കെട്ടിയോന്റെ കാര്യം വലിയ പ്രശ്നോ. ഇപ്പൊ സുഖമില്ലാതിരിക്കോ. എങ്കിലും എവിടുന്നെങ്കിലും പണം ഒപ്പിച്ച് കുടിക്കും, എന്നിട്ടൊന്ന് വഴക്കുണ്ടാക്കും. ഇവിടെയൊക്കെ വന്ന് വഴക്കുണ്ടാക്കുന്നത് പോലെ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയല്ലോ. അതിന്റെ ക്ഷീണം കുഞ്ഞിനാ. എനിക്ക് അവിടെ കിടന്ന് നാണം കിടാൻ വയ്യ കുഞ്ഞെ. ഇതെപ്പോ വന്നു? എല്ലാം കേട്ടെന്ന് തോന്നുന്നേ. നീ എന്ത് വർത്താനം ശാന്തി മാഡത്തിനോട് പറയുന്നത്? ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും വരുന്നില്ല. ഇനി കുടിക്കത്തുമില്ല. മാഡം പറയുന്നത് പോലെ എന്താണെന്ന് ചെന്ന് ചെയ്തോട്. എന്നിട്ട് എന്തിനാ കാശിന് അവിടെ വന്ന് വഴക്കുണ്ടാക്കാനാണോ? ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. ഒരു ബഹളവും ഇല്ല. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാഡം ഏൽപ്പിച്ച പണിക്ക് ശാന്ത വന്നിരിക്കും. ഇല്ലെങ്കിൽ ഈ രാജേന്ദ്രൻ ശാന്തയെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കും. ഉറപ്പ്. നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. ഞാൻ വരുന്നു. നീ എന്ത് വർത്താനായി പറയുന്നേ? എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? മഹാലക്ഷ്മിയാ ചോദിച്ചും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ പണം. അതിനെ പുറം കാലോട് തട്ടിക്കളയരുത്.